ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവാന്റെ വലത്തേ കയ്യിൽ ഒരു താമരപ്പൂ പിടിച്ചിട്ടുണ്ട്. ഇടത്തേ കയ്യിൽ പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വേണുഗാനം പൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭഗവാൻ നിൽക്കുക സാധാരണ രണ്ട് കൈ കൊണ്ടൊക്കെയാണ് ഈ വേണുന്നതോ ഏത് ഓടക്കുഴൽ ഊതുക. പക്ഷെ ഇന്നലെ പ്രിയപ്പെട്ട ഓടക്കുഴൽ കൊണ്ട് വായിക്കുന്നുണ്ട്, ഒപ്പം തനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് താമരപ്പൂവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ താമരപ്പൂവ് ഭഗവാന് പ്രിയപ്പെട്ടത് ആയത്, അതിനെക്കുറിച്ച് ഞാൻ ഒരു കഥ മുൻപ് പറഞ്ഞിട്ടുണ്ട്. താമര പണ്ടും ഭഗവാന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ താമരയ്ക്ക് അന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഭഗവാനോട് ഞാൻ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ്, എൻ്റെ ഭംഗി കണ്ടിട്ടൊക്കെയാണ് ഭഗവാൻ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഓരോരുത്തരും. അങ്ങനെ തന്നെ കുറച്ചൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം, നല്ല അനുഭവങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഉയർച്ചയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഒരു അഹങ്കാരം വരും. തൻ്റെ കഴിവ് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നുള്ള ഒരു അഹങ്കാരം വരും. അപ്പോൾ ഭഗവാനെ മറക്കും. അങ്ങനെ ഈ താമരപ്പൂ എന്താ ചെയ്തത്, താഴെ ഭഗവാന്റെ പാദത്തിൽ കിടക്കുന്നുണ്ടായിരുന്ന തുളസിയുടെ അടുത്ത് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അല്ല തുളസി, നീ അവിടെ കിടക്കുന്നത് കണ്ടില്ലേ, ഞാൻ കണ്ടോ ഭഗവാന്റെ കയ്യിലായിരിക്കുന്നത്, അപ്പോൾ എന്തൊരു ഭാഗ്യം എൻ്റെ, നിനക്ക് അവിടെ കിടക്കാനേ യോഗമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുക ചെയ്തേ. അങ്ങനെ ചെയ്യുന്ന നിരവധി പേരുണ്ട്. തങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരിനെയൊക്കെ ചവിട്ടി കൂട്ടാനായിട്ട് നിൽക്കുന്നവർ. പക്ഷെ തുളസി ആണെങ്കിലോ, തുളസി ഒരു പാവമായിരുന്നു. ആ തുളസിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഭഗവാന്റെ പാദങ്ങൾക്കാണ് ഏറ്റവും മാധുര്യം എന്ന്. പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീര് ഭഗവാന്റെ പാദത്തിലാണ് വീഴുന്നത്. അത് തട്ടിത്തെറിച്ചിട്ട് ഈ തുളസിയുടെ ദേഹത്തേക്കാകുമ്പോൾ അതിന് കോരിത്തെരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുളസിക്ക് അറിയാം താൻ ഏറ്റവും വിശേഷപ്പെട്ട ഭഗവാന്റെ പാദങ്ങളിലാണ് കിടക്കുന്നത് എന്നുള്ളത്. പക്ഷെ അത് മനസ്സിൽ മാത്രമേ പറഞ്ഞുള്ളൂ, അത് വേറെ ആരും കേട്ടില്ല. പക്ഷേ ഭഗവാൻ കേട്ടു. അപ്പോൾ ഭഗവാൻ താമരപ്പൂ പറയുന്നതും കേട്ടു, തുളസിയുടെ മനസ്സ് പറയുന്നതും കേട്ടു. അപ്പോൾ താമരപ്പൂവിന് അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭഗവാന്റെ കടമയാണ്. തൻ്റെ ഭക്തർക്ക് ഒരു തരി പോലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. വേഗം എന്ത് ചെയ്തു, ഈ താമരപ്പൂവിനെ ചെളിയിലേക്കാ മാറ്റി. പക്ഷേ ഭഗവാൻ അങ്ങനെ മാറ്റിയത് കൊണ്ട് എന്താ ഉണ്ടായത്, താമരയുടെ അഹങ്കാരം മാറുക ചെയ്തത്. പക്ഷെ പൂർണ്ണമായിട്ടും ആ താമരപ്പൂവിനെ ഭഗവാൻ ഒഴിവാക്കിയില്ല. ചളിക്കുണ്ടിൽ നീ വളർന്നാലും എൻ്റെ ഭക്തര് നിന്നെ എൻ്റെ അടുത്തേക്ക് തന്നെ എത്തിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് താമരയ്ക്ക് മനസ്സിലായത് തൻ്റെ കഴിവ് കൊണ്ടല്ല, ഈ സൗന്ദര്യം തന്നെ ഭഗവാൻ നൽകിയതാണ്, ഭഗവാന്റെ ഔദാര്യം കൊണ്ടാണ് തനിക്ക് ഇത് ലഭിച്ചതെന്ന്.